ഇടുക്കിയെ കേരളത്തിന്റെ വാർത്താ ശ്രദ്ധാ കേന്ദ്രമാക്കിയ ഒരു സെക്കൻഡ് മറിയക്കുട്ടി ചേച്ചിയും ഇപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തുകയാണ്. മറിയക്കുട്ടി ചേച്ചി ഈ മൈക്ക് പിടിച്ച് ചോദിക്കാനുള്ള ചോദിച്ചോ? ഇത് കൈ പിടിച്ചോ? മണി ഡി കുര്യാക്കോസ് മേക്കപ്പ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഡി കുര്യാക്കോസിന്റെ ഭാര്യയോടൊന്ന് ചോദിക്കണം, ഞാനാണ് ആ ഡി കുര്യാക്കോസാണ് കറുത്തതെന്ന് ചോദിക്കണ്ടേ? അത് തന്നെയല്ല, വയനാട് ആ കോളേജിന്റെ ഒരു കൊച്ചിനെ കൊന്നു. ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഇടുക്കി കൊണ്ടുവന്ന് മണിക്ക് ഒളിപ്പിക്കാൻ കൊള്ളാവോ? ഒരു മാസത്തോളം അതിന് ഡ്രസ് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മറിയക്കുട്ടി ചേച്ചി ഇത്തവണത്തെ 2 ഗഡു പെൻഷൻ വാങ്ങിയോ? 2 ഗഡു പെൻഷൻ വാങ്ങിയല്ലോ. ഇനി ആകെ കുടിശ്ശിക 4 ഗഡു. 4 ഇനി 5 ഉണ്ട്. 4 ഗഡു ആണോ? 5 ഉണ്ട്. എത്ര കിട്ടി? 3 കിട്ടി. കാര്യങ്ങൾക്ക് പുരോഗതിയുണ്ട്? ഇല്ല. ശരി. വരാം. മണിയാശ തുടങ്ങി വെച്ച അനാവശ്യമായ വിവാദമുണ്ട് ഷാജി, അതിനുള്ള മറുപടി. ഒപ്പം ഈ കുടിശ്ശികയുടെ കാര്യവും പറയുന്നുണ്ട്. മറിയക്കുട്ടി ചേച്ചിയെ ഞാൻ തള്ളി പറയുന്നില്ല. ഒരു മാതാവാണ്, അവരെന്തെങ്കിലും കാര്യം പറഞ്ഞു, പെൻഷന് വേണ്ടി ഒരു സമരം നടത്തി. പക്ഷെ അത് നടത്തിച്ച കുറേ ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാകേണ്ടത്, ഈ പെൻഷൻ കൊടുക്കാനുള്ള കേന്ദ്ര വിഹിതം ഈ ഗവൺമെൻറ് തന്നിട്ടുണ്ടോ? ഇല്ല. ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നിലപാട് നമ്മളാണ് സ്വീകരിച്ചത്. അല്ലെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, ഇവിടെ പെൻഷൻ തുടങ്ങി വെക്കുമ്പോൾ പെൻഷൻ റീപ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. ആ പെൻഷൻ 600 1000 1600 രൂപ കുടിശ്ശിക രഹിതമായി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അത് ഞങ്ങളാണ്. പിന്നെ 3 മാസം 7 മാസം കുടിശ്ശിക ഞങ്ങൾ നിഷേധിച്ചിട്ടില്ലല്ലോ. 1 ഗഡു കൊടുത്തു. 2 ഗഡു വിഷുവിന് മുമ്പ് ഏപ്രിൽ മുതൽ മുടങ്ങാതെ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് അർഹതപ്പെട്ട 57,400 കോടി രൂപ വാങ്ങിയെടുക്കാൻ യോജിച്ചൊന്ന് പോകാൻ തീരുമാനിച്ചപ്പോ യാതൊരു എളുപ്പമില്ലാതെ ആദ്യം പോകാമെന്നും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തതല്ലേ ഇവിടുത്തെ എംപിമാര്? ശരി അല്ലേ? ശരി 57,400 കോടി.